ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ഡേ 2. അപ്പോൾ ഇന്ന് നമ്മുടെ ഡേ 2 ആണ്. അപ്പോൾ നിങ്ങൾ ചലഞ്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക. ആൻഡ് ഇല്ല എന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. യു ക്യാൻ ടേക്ക് പാർട്ട്. അപ്പോൾ നമ്മുടെ ടാസ്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ്, നമുക്ക് ടാസ്ക് പ്ലാൻ ചെയ്യാം. അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് വാക്കിംഗ് ടൈം ആൻഡ് ഒരു 30 മിനിറ്റ്സ് എന്തായാലും വാക്ക് ചെയ്യണം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്രിസ്ക് വാക്ക് ചെയ്താലേ കാര്യമുള്ളൂ. ആൻഡ് ഇപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് നിങ്ങളുടെ റുട്ടീൻ്റെ ഒരു ഭാഗമാക്കാൻ ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് 15 മിനിറ്റ്സ് വാക്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 13 മിനിറ്റ്സ് എത്തിക്കാം. അപ്പോൾ നടന്നിട്ട് കാണാം. അപ്പോൾ നമ്മൾ നടന്നു കഴിഞ്ഞു ആൻഡ് നല്ല രീതിയിലൊരു വർക്കൗട്ടായി. ഓക്കെ. ആൻഡ് ഒരു കാര്യം പറയാനുള്ള, നിങ്ങൾ പ്ലാൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് തലേ ദിവസം നൈറ്റ് പ്ലാൻ ചെയ്യായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ നമുക്ക് ആ ടൈം സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ റെഡി ആയിട്ട് വേണം. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഒക്കെ റെഡിയായി ഞാൻ ഓഫീസിലേക്ക് വന്നു. അപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇന്ന് കുറച്ചധികം പണികൾ നമുക്ക് ചെയ്യാനുണ്ട്. സോ അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വാക്കിംഗ് ചെയ്തുവോ? ആൻഡ് വെള്ളം കുടിക്കാൻ മറക്കണ്ട. നിങ്ങളെപ്പോഴും ഒരു ബോട്ടിൽ കയ്യിൽ വെക്കുക. സോ ഇന്ന് ഞാൻ നിങ്ങളെ ഒരു ടാസിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് പഠിപ്പിച്ചു തരാം. ഓക്കെ. സോ ആദ്യം ഏതെങ്കിലും ഒരു ത്രെഡ് എടുക്കുക ആൻഡ് നമ്മുടെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് കീപ് വൈൻഡിങ്. ഇങ്ങനെ വൈൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ. അത്യാവശ്യം നമുക്ക് ഇഷ്ടമുള്ള തിക്നെസ് വരുന്നവരെ നമ്മളിങ്ങനെ കണ്ടിന്യൂസ്ലി അത് ചെയ്തുകൊണ്ടിരിക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു തിക്നെസ് മതി. നിങ്ങൾക്കതിങ്ങനെ എത്ര തിക്നെസ് വേണോ അത്രയും നമുക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ടാസിൽ ഞാൻ പറഞ്ഞുതരാം എന്തിനാണ് യൂസ് ചെയ്യാം. അപ്പോൾ എത്രയും മതി. ഓക്കെ. അപ്പോൾ ഇവിടെ കട്ട് ചെയ്യും. നമ്മളിതിവിടെ കട്ട് ചെയ്തു. ഇനി ഇത് പതുക്കെ പതുക്കെ ഇങ്ങനെ എടുക്കുക. ഓക്കെ. സോ ഇങ്ങനെ ഇരിക്കും. ആൻഡ് ദെൻ ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു എൻഡ് ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഒരു പോർഷനല്ലേ അവിടെ ടൈറ്റായിട്ട് ടൈ ചെയ്യാം. സെയിം ത്രെഡ് വെച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ത്രെഡ് വെച്ചിട്ട് ടൈ ചെയ്യാം. ഇങ്ങനെ ടൈ ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ ടൈ ചെയ്താൽ മതി. സോ ദാറ്റ് ഇതൊന്ന് ഊരി പോവാണ്ടിരിക്കാനായിട്ട് ടൈ ചെയ്തിട്ട് നമുക്കൊരു നോട്ട് ചെയ്യാം. ഓക്കെ. കുറച്ച് ലെങ്ത്തിൽ ഈ ത്രെഡ് കട്ട് ചെയ്തിട്ട് നോട്ട് ചെയ്യാം. സാധാരണ നോട്ട് ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങനെ എടുത്തു. ആൻഡ് ദെൻ ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് നോട്ട് ചെയ്യാം. ഓക്കെ. ഒന്നും കൂടി നോട്ട് ചെയ്യാം. ഓക്കെ. ഈ സ്റ്റെപ്പ് കഴിഞ്ഞില്ലേ? ഈ സ്റ്റെപ്പ് കഴിഞ്ഞാൽ എക്സസ് ത്രെഡ് കട്ട് ചെയ്യുക. ഓക്കെ. ആൻഡ് ദെൻ ഒരു എൻഡ് നമ്മളിവിടെ ടൈ ചെയ്തിട്ടുണ്ട്, മറ്റേ എൻഡ് ഇങ്ങനെ ക്ലോസ്ഡ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ സെൻറ്ററിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. ഓക്കെ. ജസ്റ്റ് കട്ട്. എന്നിട്ട് എന്തെങ്കിലും ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കുക. എന്തേ ജസ്റ്റ് ഇങ്ങനെ ഒരു കോമ്പ് വെച്ചിട്ട് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ. ഇറ്റ്സ് ലൈക്ക് ദിസ്. ഇതിൻ്റെ എഡ്ജസ് നമുക്ക് ട്രിം ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടാസിൽ റെഡിയായി. ഞാൻ നോർമലി ഇത് യൂസ് ചെയ്യുന്നത് മാല ഉണ്ടാക്കുന്നില്ലേ? സോ മാലയുടെ എൻഡിൽ ഇങ്ങനെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ടാസിൽസ് യൂസ് ചെയ്യാറ്. നമുക്കത് കീ ചെയിൻസ് ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇയറിങ്സ് ആയിട്ട് യൂസ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. സോ ജസ്റ്റ് ടാസിൽ ഇങ്ങനെയാണ് ഉണ്ടാക്കുക. സോ ട്രൈ ചെയ്യൂ. എന്നിട്ട് നിങ്ങൾക്ക് പുതിയ ഐഡിയാസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡു ഷെയർ. ഓക്കെ. അപ്പോൾ ഇതാണ്. അപ്പോൾ ഈ 2 ഇമേജസ് ഞാൻ റെഫറൻസിന് വേണ്ടിയിട്ട് എടുത്തതാണ്. ജസ്റ്റ് ഒരു ഐഡിയ, നമുക്ക് ഇങ്ങനെയൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഹോം ഡെക്കർ പർപ്പസിനും നമുക്ക് ടാസിൽസ് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ഒരുപാട് ടാസിൽസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ മാലയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എനിക്ക് ഷെയർ ചെയ്യാനുള്ള പോയിൻറ്റ്.